ജഗദീഷ് കണ്ടം വഴി ഓടി. ബാബുരാജിനെ കണ്ടം വഴി ഓടിക്കാൻ സരിതാ നായർ രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ജഗദീഷ് തോൽക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, തോറ്റു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ആ തോൽവിയുടെ ഭയം ജഗദീഷിനെ വല്ലാതെ അലട്ടിയിരുന്നു. മാലാപാർവതി തുറന്നടിച്ചു, ജഗദീഷ് ഒരു വഞ്ചകനാണ്, സംഘടനയെ പിന്നിൽ നിന്ന് കുത്തിയവനാണ്, അയാൾ സംഘടനയുടെ തലപ്പത്ത് വരുന്നത് ബഹുഭൂരിപക്ഷം താരങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ജഗദീഷ് തീർന്നില്ലേ, വെടി തീർന്നില്ലേ? ജഗദീഷ് അവസാനം പറഞ്ഞു, ഞാൻ അങ്ങ് പിന്മാറുകയാണ്, പത്രിക പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഇക്കാര്യം അറിയിച്ചുവെന്ന്. ഇയാളൊരു മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കാര്യം അറിയിച്ചിട്ടാണോ തീരുമാനിക്കേണ്ടത്? അവർ മുതിർന്ന സീനിയർ താരങ്ങളൊക്കെ തന്നെ, അവർക്കും ഇത്തരം കാര്യത്തിൽ കടുംപിടുത്തമൊന്നും ഉണ്ടാകില്ല. ജഗദീഷിനോട് മത്സരിക്കാൻ തന്നെ പറഞ്ഞു കാണും, മത്സരിച്ച് തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ. ഒടുവിൽ ജഗദീഷ് കണ്ടം വഴിയോടി. ഇനി ബാബുരാജ്. സരിതയ്ക്കെന്ത്, പൂച്ചയ്ക്കെന്തിന് പൊന്നുരുക്കുന്നിടത്ത് കാര്യമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സരിതയ്ക്കും കാര്യമുണ്ട്. സരിത 2018 കാലത്ത് രോഗാവസ്ഥയിലായിരുന്നു. രോഗാവസ്ഥയിൽ സരിത സഹായം ഒരുപാട് ആളുകളിൽ നിന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അവസാനം ചലച്ചിത്ര നടൻ മോഹൻലാൽ അവരെ സഹായിക്കാൻ സന്നദ്ധനായി. കുറച്ചധികം തുക ബാബുരാജിന് കൊടുത്തു, ഇത് സരിതയ്ക്ക് കൈമാറണം. അങ്ങനെ സരിതയ്ക്ക് കൈമാറാൻ കിട്ടിയ പൈസ ബാബുരാജ് എന്ത് ചെയ്തു? സരിതയ്ക്ക് കൊടുത്തോ? സരിതയ്ക്ക് കാശ് കൊടുത്തില്ല. സരിതയ്ക്ക് കാശ് കൊടുക്കാത്തത് മാത്രമല്ല, അയാൾക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുണ്ടായിരുന്ന ജപ്തി നോട്ടീസിൽ നിൽക്കുവാൻ, ജപ്തിയുടെ ഭീഷണിയിൽ നിന്ന കടം അയാൾ തീർക്കുകയും ചെയ്തു. ആ കാശ് കൊണ്ട് അയാൾ വസൂലാക്കി. ആ കാശ് അയാൾ വസൂലാക്കി അയാളുടെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് സരിത വെളിപ്പെടുത്തുന്നു. സരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടാകും. എന്നിട്ട് സരിത പറയുന്നു, ബാബുരാജ് ഭൂലോക ഉഡായിപ്പാണ്, എന്നെപ്പോലൊരു സാധാരണക്കാരിയെ മാത്രമല്ല ഇയാൾ വലിപ്പിച്ചത്, ഇയാൾ പറ്റിച്ചത് എന്നെപ്പോലൊരു സാധാരണക്കാരിയെ മാത്രമല്ല, നിരവധി ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചെക്കും ഇയാളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പരാതി കൊടുത്ത കത്തും ഇയാളുടെ കൈപ്പടയിലുള്ള കത്തുമൊക്കെ ഉണ്ട്. ഇയാൾക്ക് ദുബായിൽ കുറേ ഇടപാടുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ. അവിടെ വെച്ച് പ്രശ്നമായിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തി നാട്ടിലേക്ക് വന്നതാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഇപ്പോൾ ദുബായിലോട്ടൊന്നും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്താക്കും, നാണക്കേടില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ ജഗദീഷിനെ മാലാപാർവതിയും താരങ്ങളും ചേർന്ന് കണ്ടം വഴി ഓടിച്ചെങ്കിൽ സാക്ഷാൽ സരിതാ നായർ രംഗത്തെത്തി ബാബുരാജിനെ അടപടലം ആക്ഷേപിച്ച് കണ്ടം വഴി ഓടിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ബാബുരാജിൻ്റെ കാര്യത്തിൽ വിജയ് ബാബു, സംവിധായകനും നിർമ്മാതാവും നടനുമൊക്കെയായ വിജയ് ബാബു പറയുകയാണ്, വിജയ് ബാബു ഇതുപോലെ ആരോപണ വിധേയനായപ്പോൾ അയാൾ മാറി നിന്നു, തൽസ്ഥാനത്തും ഒഴിഞ്ഞൊക്കെ മാറി നിന്നു. അപ്പോൾ വിജയ് ബാബു പറയുകയാണ്, ബാബുരാജിന് ഒരല്പം ധാർമ്മികതയുണ്ടെങ്കിൽ ബാബുരാജ് ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് ആരോപണ വിധേയനല്ല, ആരോപണം വാസ്തവമല്ല, അവാസ്തവമാണെന്ന് തെളിയിച്ച ശേഷം നിങ്ങൾ മത്സര രംഗത്ത് വരണം, അതാണ് മാന്യത എന്ന് ബാബുരാജിനെ നോക്കി വിജയ് ബാബുവും പറഞ്ഞു. അപ്പോൾ മാലാപാർവതി, സരിതാ നായർ, വിജയ് ബാബു, അതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നിരവധി ആളുകൾ ബാബുരാജിനെതിരെയും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആരാകും അമ്മയുടെ സാരഥ്യത്തിലേക്ക് വരിക? ഒരു വനിതാ പ്രതിനിധി ആകുമെന്നാണ് പൊതുവെ ഉള്ള സൂചനകൾ. ശ്വേതാ മേനോനായിരിക്കും പ്രസിഡന്റായി വരിക എന്നൊരു ധാരണ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശ്വേതാ മേനോൻ വരികയാണെങ്കിൽ ഞാൻ സ്ഥാനത്യാഗം ചെയ്യാം, ഒരു വനിതാ പ്രസിഡന്റായി വരട്ടെ എന്ന് പറഞ്ഞാണ് ജഗദീഷ് പത്രിക പിൻവലിച്ചിരിക്കുന്നത്. ഈ നാളെ വരെ ജൂലൈ 31 വരെ പത്രിക പിൻവലിക്കുവാനുള്ള അവസരമുണ്ട്. ആ പത്രിക പിൻവലിച്ച് കഴിയുമ്പോൾ മാത്രമേ ആരൊക്കെയാണ് അവസാന ചിത്രത്തിൽ മത്സരരംഗത്തുള്ളതെന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴേക്കും, അതായത് മുറുകി വരുമ്പോഴേക്കും രസകരമായ ക്ലൈമാക്സുകളാണ് സംഭവിക്കുന്നത്. ഒന്നിലധികം ക്ലൈമാക്സുകൾ. ജഗദീഷ് കണ്ടം വഴി ഓടി എന്നൊരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ജഗദീഷിൻ്റെ ഓട്ടമൊക്കെ മനോഹരമായി കാണിക്കാൻ കഴിയും. അങ്ങനെ ക്ലൈമാക്സിലെത്തുമ്പോൾ ജഗദീഷ് ചിത്രത്തിലില്ല, ബാബുരാജ് ചിത്രത്തിലുണ്ടെങ്കിലും തോൽക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും അമ്മ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അതിനകത്ത് ആരൊക്കെയാണ് വിജയിക്കുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.